ഇനി നമുക്കൊരു പുതിയ ടോപ്പിക്ക് നോക്കാം. നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ച ട്രിഗണോമെട്രി അല്ലെങ്കിൽ ത്രികോണമിതി. ഓക്കെ, +1 +2 ചാപ്റ്റേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് ട്രിഗണോമെട്രി. കാരണം ഈ മാത്സ് ഈ ചാപ്റ്ററിൽ മാത്രമല്ല, മാത്സിൻ്റെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൽ പല ചാപ്റ്റേഴ്സിൽ എന്ത് കയറി വരുന്നുണ്ട്? ട്രിഗണോമെട്രി കയറി വരുന്നുണ്ട്. കൂടാതെ ഫിസിക്സ് അതിലെന്തുണ്ട്? ട്രിഗണോമെട്രിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, +1 മാത്രമല്ല, +2 മാത്രമല്ല, പിന്നെ അങ്ങോട്ടുള്ള എഞ്ചിനീയറിങ്ങിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിനൊക്കെ എന്താവശ്യമാണ്? ട്രിഗണോമെട്രി ആവശ്യമാണ്. ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ടോപ്പിക്ക് കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ട്രിഗണോമെട്രി. അപ്പോൾ നിങ്ങൾ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾ ട്രിഗണോമെട്രി പഠിച്ചിരിക്കുന്നത്, ത്രികോണമിതി പഠിച്ചത് 3 റേഷ്യോസ് ആയിരുന്നു. അതായത് സൈൻ, കോസ്, ടാൻ. അതേ സ്ഥാനത്ത് CBSE കുട്ടികൾ എന്തുകൂടെ പഠിച്ചിട്ടുണ്ട്? അടുത്ത 3 കൊസീക്ക്, സീക്ക്, കോഡിനെ കുറിച്ചും പഠിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് കൊസീക്ക്, സീക്ക്, കോഡ് എന്നുള്ള കാര്യത്തിലേക്ക് കടക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കുക. ഞാൻ ABC എന്നുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മട്ട ത്രികോണം. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ കോണാണ്. ഈ ആംഗിൾ എന്താക്കി എടുത്തു? തീറ്റയാക്കി എടുത്തു. ഈ ആംഗിൾ തീറ്റ. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഈ കോണിൻ്റെ എതിർവശമാണ് എന്ത്? ഇതെന്ത് വശമാണ്? സമീപവശം. ഇതോ? കർണം. അങ്ങനെയാണ് പഠിച്ചത്. നമുക്കത് ഇംഗ്ലീഷിലേക്ക് പഠിക്കണം. ഈ കോണിൻ്റെ എന്താണിത്? എതിർവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്. അതായത് ഓപ്പോസിറ്റ് സൈഡ്. ഏതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ്? ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ തീറ്റ. ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺ തീറ്റയുടെ എതിർവശം എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതെന്താണ്? സമീപവശം അല്ലേ? അതായത് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? അഡ്ജസന്റ് സൈഡ്. അഡ്ജസന്റ് സൈഡ് ഏതിന്റെ? കോൺ തീറ്റയുടെ. അതായത് അഡ്ജസന്റ് സൈഡ് ഓഫ് ആംഗിൾ തീറ്റ. അഡ്ജസന്റ് സൈഡ് ഓഫ്, ഇത് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ, ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ തീറ്റ. ഇത് അഡ്ജസന്റ് സൈഡ് ഓഫ് ആംഗിൾ തീറ്റ. അപ്പൊ ഇതെന്താണ്? കർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോട്ന്യൂസ്. നിങ്ങൾ നിർബന്ധമായിട്ടും ആ ഇംഗ്ലീഷ് വേർഡ് പഠിച്ചിരിക്കണം. ഓക്കെ, അതിന്റെ കർണത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം ഹൈപ്പോട്ന്യൂസ് എന്നാണ്. ഇത് അഡ്ജസന്റ് സൈഡ്, സമീപവശമാണ്. ഇത് ഓപ്പോസിറ്റ് സൈഡ്, എതിർവശമാണ്. നമുക്ക് നോക്കാം എന്താണ് സൈന്, കോസ്, ടാൻ എന്നൊക്കെ നോക്കാം. സൈൻ തീറ്റ എന്തായിരുന്നു? സൈൻ തീറ്റ നിങ്ങൾ പഠിച്ചേ? എതിർവശം ബൈ കർണം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. ഞാൻ മൊത്തം എഴുതുന്നില്ല. OPP മീൻസ് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് എന്താണ്? ആംഗിൾ തീറ്റയാണ്. ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ തീറ്റ, OPP. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. ഓക്കെ ആണല്ലോ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ് എന്ത്? സൈൻ തീറ്റ. എന്തായിരുന്നു കോസ് തീറ്റ? അറിയാം, സമീപവശം ബൈ കർണം അല്ലെങ്കിൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. അത് നമുക്ക് ഷോർട്ടായിട്ട് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. ഓക്കെ ആണല്ലോ? അപ്പോ സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. ലാസ്റ്റ് തേർഡ് വൺ ടാൻ തീറ്റ. അത് എതിർവശം ബൈ സമീപവശം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓക്കെ ആണല്ലോ? അപ്പം നമുക്ക് 3 നോക്കാം. ഈ 3 ആയിരുന്നു നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചത്. ഓക്കെ, CBSE കുട്ടികൾ 6 പഠിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് സിലബസുകാർ 3 പഠിച്ചിട്ടുള്ളൂ. നോക്കാം. സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. കോസ് തീറ്റ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. ടാൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത 3 പോവാം. കൊസീക് തീറ്റ.
കൊസീക് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ തീറ്റന്റെ നേരെ റെസിപ്രോക്കൽ, അതായത് വിൽക്രമം. മലയാളത്തിൽ വിൽക്രമം എന്ന് പറയും, ഇംഗ്ലീഷിൽ റെസിപ്രോക്കൽ. സൈൻ തീറ്റന്റെ നേരെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്തായി മാറും? അത് സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണെങ്കിൽ കൊസീക് തീറ്റ എന്താ വരിക? ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും. ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്തത് സീക് തീറ്റ. സീക് തീറ്റ അതെന്തിന്റെ റെസിപ്രോക്കലാണ്? റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽക്രമാണ്. അത് ഏതിന്റെ വിൽക്രമാണ്? കൊസീക് തീറ്റന്റെ. കൊസീക് തീറ്റന്റെ റെസിപ്രോക്കൽ ആണ് എന്ത്? സീക് തീറ്റ. അപ്പൊ എന്താ വരിക? സീക് തീറ്റ ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസന്റ് സൈഡ്. ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസന്റ് സൈഡ്. അങ്ങനെയാണ് അടുത്ത കോട്ട് തീറ്റ എന്തായിരിക്കും? കോട്ട് തീറ്റ എന്തായിരിക്കും? കോട്ട് തീറ്റ ടാൻ തീറ്റന്റെ റെസിപ്രോക്കൽ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ക്ലിയർ ആണല്ലോ. ഒന്നുകൂടി നോക്കാം നമുക്ക്. കൊസീക് തീറ്റ ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്, സീക് തീറ്റ ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസന്റ് സൈഡ്, കോട്ട് തീറ്റ അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ 6 പഠിച്ചു. വേഗം ഒന്ന് നോക്കി നോക്കാം. സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, കോസ് തീറ്റ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ടാൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഇനി അടുത്ത 3 എന്ന് പറഞ്ഞാൽ ഈ കൊടുത്തിരിക്കുന്നതിന്റെ റെസിപ്രോക്കൽ ആണ്. കൊസീക് തീറ്റ ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്, സീക് തീറ്റ ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസന്റ് സൈഡ്, കോട്ട് തീറ്റ അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ ആണല്ലോ. ഇപ്പൊ നമ്മൾ പറഞ്ഞു കൊസീക് തീറ്റ, സീക് തീറ്റ ആൻഡ് കോട്ട് തീറ്റ എന്നത് 3 നേരത്തെ പറഞ്ഞ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റയുടെ റെസിപ്രോക്കൽ ആയിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം. 1/sin തീറ്റ. 1/sin തീറ്റ നമുക്കറിയാം. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണെങ്കിൽ 1/sin തീറ്റ നേരെ തിരിച്ചു വരും. ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് വരും. ഓക്കെ ആണല്ലോ. എന്ന് പറഞ്ഞാൽ എന്താണത്? ഈ സാധനമാണ് ഇത് അല്ലേ? ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് അല്ലത് എന്ന് പറഞ്ഞാൽ 1/sin തീറ്റ എന്തിന് ഈക്വലായി മാറും? കൊസീക് തീറ്റയ്ക്ക് ഈക്വലായി മാറും. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? ഈക്വൽ ടു കൊസീക് തീറ്റ അല്ലേ. അടുത്തത് 1/cos തീറ്റ നോക്കാം നമുക്ക്. 1/cos തീറ്റ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഏതിന്റെ റെസിപ്രോക്കലാണ്? കോസ് തീറ്റ റെസിപ്രോക്കലാണ് എന്ത്? സീക് തീറ്റ. അപ്പൊ 1/cos തീറ്റ എങ്ങനെ വരും നോക്കാം. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അങ്ങനെയാണ് 1/cos തീറ്റ നേരെ തിരിഞ്ഞു വരും. അതായത് 1/cos തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ 1/cos തീറ്റ ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓക്കെ ആണല്ലോ. ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസന്റ് സൈഡ് അതെന്താണ്? ഇവിടെ നോക്കാം നമുക്ക്. ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സീക് തീറ്റയാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1/cos തീറ്റ ഈക്വൽ ടു സീക് തീറ്റ. അങ്ങനെയാണ് മൂന്നാമത്തെ നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും. 1/tan തീറ്റ എന്തായിരിക്കണം? കോട്ട് തീറ്റ ആയിരിക്കണം. എന്നാൽ നമുക്ക് നോക്കാം. 1/tan തീറ്റ 1/tan തീറ്റ നമുക്കറിയാം. ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. അങ്ങനെയാണ് 1/tan തീറ്റ എന്തായി മാറും? അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. എന്തായി മാറും? അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അതായത് എന്തിന് ഈക്വൽ ആണെന്ന് അറിയാം? അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് കോട്ട് തീറ്റയ്ക്ക് ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു കോട്ട് തീറ്റ. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് കിട്ടിയ റിസൾട്ട് ഒന്ന് വേഗം എഴുതാം. നമുക്ക് കിട്ടിയത് 1/sin തീറ്റ ഈക്വൽ ടു കൊസീക് തീറ്റ. 1/sin തീറ്റ ഈക്വൽ ടു കൊസീക് തീറ്റ. 1/cos തീറ്റ ഈക്വൽ ടു സീക് തീറ്റ. 1/tan തീറ്റ ഈക്വൽ ടു കോട്ട് തീറ്റ.
ഓക്കെ ആണല്ലോ, 3 കിട്ടിയല്ലോ. ഇവിടുന്ന് വേറെ 3 കൂടി പറയാം. എങ്ങനെയാ? 1/sin തീറ്റ ഈക്വൽ ടു കൊസീക് തീറ്റ ആണെങ്കിൽ 1/കൊസീക് തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ. ക്ലിയർ അല്ലേ? 1/കൊസീക് തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ. അടുത്തത് 1/സീക് തീറ്റ എന്തായിരിക്കണം? 1/സീക് തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ. നെക്സ്റ്റ് വണ് 1/കോട്ട് തീറ്റ എന്തായിരിക്കണം? 1/കോട്ട് തീറ്റ ഈക്വൽ ടു ടാൻ തീറ്റ. അപ്പൊ നമ്മൾ 6 റിസൾട്ട് പഠിച്ചു. നോക്കാം നമുക്ക്. 1/sin തീറ്റ ഈക്വൽ ടു കൊസീക് തീറ്റ, 1/കൊസീക് തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ, 1/കോസ് തീറ്റ ഈക്വൽ ടു സീക് തീറ്റ, 1/സീക് തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ, 1/ടാൻ തീറ്റ ഈക്വൽ ടു കോട്ട് തീറ്റ, 1/കോട്ട് തീറ്റ ഈക്വൽ ടു ടാൻ തീറ്റ. ഓക്കെ ആണല്ലോ. നമുക്ക് വേറെ 2 റിസൾട്ടിൽ കൂടി നോക്കാം. ഇതൊക്കെ ബേസിക് റിസൾട്ടാണ് പറയുന്നത്. നോക്കാം നമുക്ക്. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. എന്താണ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ? സൈൻ തീറ്റ നമുക്കറിയാം എന്തായിരുന്നു? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്. എന്താണ് കോസ് തീറ്റ? അതും നമുക്കറിയാം, അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോ ഇവിടെ എന്തായി മാറും? ഇത് ഹൈപ്പോട്ന്യൂസ് ക്യാൻസൽ ആവും. ബാക്കി എന്ത് മാത്രമേ ഉണ്ടാവൂ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്തായിരുന്നു? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് നമുക്കറിയാം ടാൻ തീറ്റയാണ്. ടാൻ തീറ്റ. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ തീറ്റയാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഈക്വൽ ടു ടാൻ തീറ്റ. ഇമ്പോർട്ടന്റ് റിസൾട്ട് ആണ് കേട്ടോ. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഈക്വൽ ടു ടാൻ തീറ്റ. അപ്പൊ നമുക്കറിയാം ടാനിന്റെ വിക്രം എന്തായിരുന്നു? റെസിപ്രോക്കൽ എന്തായിരുന്നു? ടാനിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ട് തീറ്റ ആയിരുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഒന്നും കൂടി പറയാൻ പറ്റും. കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ഈക്വൽ ടു കോട്ട് തീറ്റ. ഓക്കെ ആണല്ലോ. ഇതിന്റെ റെസിപ്രോക്കൽ ആണെന്ത്? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ റെസിപ്രോക്കൽ ആണെന്ത്? കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. അതെന്തായി മാറും? കോട്ട് തീറ്റയായി മാറും. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് 2 റിസൾട്ട് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഈക്വൽ ടു ടാൻ തീറ്റ, കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ഈക്വൽ ടു കോട്ട് തീറ്റ. ഓക്കെ. അപ്പൊ നോക്കാം നമുക്ക്. നമ്മൾ ഇപ്പൊ പഠിച്ച റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഈക്വൽ ടു ടാൻ തീറ്റ. അടുത്തത് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ഈക്വൽ ടു കോട്ട് തീറ്റ. ഇനി നമുക്ക് നോക്കേണ്ടത് സ്ക്വയേഴ്സ് നോക്കാം. അതായത് സൈൻ തീറ്റ ഇതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം, മീൻസ് വർഗം കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. സൈൻ തീറ്റ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വേണം, ഇങ്ങനെ എഴുതാം. സൈൻ തീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൈൻ തീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെങ്ങനെ മാറ്റി എഴുതാം നോക്കണേ. സൈൻ തീറ്റ ഹോൾ സ്ക്വയർ നമ്മൾ എഴുതുക സൈൻ സ്ക്വയർ തീറ്റ എന്നാണ്. അല്ലാണ്ട് എങ്ങനെ എഴുതാൻ പാടില്ല? സൈൻ തീറ്റ സ്ക്വയർ എന്ന് എഴുതാൻ പാടില്ല. ഇത് തെറ്റാണ്. എങ്ങനെയാണ് എഴുതേണ്ടത്? സൈൻ തീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത്? സൈൻ സ്ക്വയർ തീറ്റ എന്നാണ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് നമ്മൾ സ്ക്വയർ ചെയ്യുക? ആ തീറ്റ എന്നുള്ള ആംഗിളിനെയാണ് സ്ക്വയർ ചെയ്യുക. നമുക്ക് ഫോർ എക്സാമ്പിൾ ഇതിപ്പോ ഒരു 30 ഡിഗ്രി ആണ്, നമ്മൾ എന്തിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക? 30ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. പക്ഷെ നമുക്ക് അതല്ല വേണ്ടത്. നമുക്ക് എന്താ വേണ്ടത്? ആ സൈൻ 30 എന്നുള്ള വാല്യൂന്റെ സ്ക്വയർ ആണ്, അതിന്റെ വിലേന്റെ സ്ക്വയർ അല്ല വേണ്ടത്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം? സൈൻ തീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ സ്ക്വയർ തീറ്റയാണ്. സൈൻ തീറ്റ ഹോൾ സ്ക്വയർ ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ. എന്തെല്ലാം? സൈൻ തീറ്റ സ്ക്വയർ അല്ല എന്ന് ഓർമ്മിക്കുക. ഓക്കെ. അതുപോലെ നമുക്ക് ഓരോന്നും പറയാം. കോസ് തീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റയാണ്. ടാൻ തീറ്റ ഹോൾ സ്ക്വയർ ടാൻ സ്ക്വയർ തീറ്റയാണ്. കൊസീക് തീറ്റ ഹോൾ സ്ക്വയർ കൊസീക് സ്ക്വയർ തീറ്റ. സീക് തീറ്റ ഹോൾ സ്ക്വയർ
sec square theta. Last cot theta whole square cot square theta. Okay ആണല്ലോ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. sin theta whole square equal to sin square theta, cos theta whole square equal to cos square theta, tan theta whole square tan square theta, cosec theta whole square equal to cosec square theta, sec theta whole square equal to sec square theta. Last one cot theta whole square equal to cot square theta. Okay ആണല്ലോ. നമുക്ക് ഇത് വെച്ചിട്ടുള്ള കുറച്ച് റിസൾട്ട് പഠിക്കാനുണ്ട്. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് റിസൾട്ട് ആണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പഠിക്കുന്നത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഓക്കെ ആണല്ലോ. നോക്കാം. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. നമുക്കറിയാം സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സൈൻ തീറ്റ ഓൾ സ്ക്വയർ ആണ്. സൈൻ തീറ്റ അങ്ങനെ മാറ്റി എഴുതാൻ വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാറ്റി എഴുതാം. സൈൻ തീറ്റ ഓൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എങ്ങനെ മാറ്റി എഴുതാം? കോസ് തീറ്റ ഓൾ സ്ക്വയർ. റെഡി ആണല്ലോ. ഇനി നമുക്കറിയാം സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? തീറ്റ എന്നുള്ള ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്? ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ നോക്കുക, സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? ബി സി ആണല്ലേ. ബി സി ബൈ ഹൈപ്പോട്ടന്യൂസ് ആയ എ സി, അതിന്റെ സ്ക്വയർ അല്ലേ. പ്ലസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? തീറ്റ എന്നുള്ള ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്? ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് എന്ത്? കോസ് തീറ്റ. അപ്പോ കോസ് തീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് എ ബി ബൈ ഹൈപ്പോട്ടന്യൂസ് എ സി, അതിന്റെ സ്ക്വയർ. ഓക്കെ അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി സി ബൈ എ സി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി സി സ്ക്വയർ ബൈ എ സി സ്ക്വയർ ആണ്. പ്ലസ് എ ബി ബൈ എ സി ഹോൾ സ്ക്വയർ, എ ബി ബൈ എ സി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി സ്ക്വയർ ബൈ എ സി സ്ക്വയർ ആണ്. ഇവിടെ നമുക്ക് എന്ത് ഈക്വൽ ആണ്? ഡിനോമിനേറ്റർ. അതും കൂടി നോട്ട് ചെയ്യുക. മലയാളം മീഡിയം കുട്ടികൾ ഇതിനെ നമ്മൾ വിളിക്കുക ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ഛേദമാണ്. ഇതിന് ന്യൂമറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംശം. ഇത് ന്യൂമറേറ്റർ, ഇത് ഡിനോമിനേറ്റർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് ആഡ് ചെയ്യാം? ന്യൂമറേറ്റർ ആഡ് ചെയ്യാം. അതായത് ഛേദം തുല്യമാണ്, നമുക്ക് എന്ത് കൂട്ടിയാൽ മതി എന്ന് പഠിച്ചിട്ടുണ്ട്? അംശം കൂട്ടിയാൽ മതി. ഛേദം അതിന് എഴുതി കൂടെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ബി സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ ബൈ എ സി സ്ക്വയർ. നോക്കണേ, ബി സി സ്ക്വയർ ഇതാ ഒരു മട്ട ത്രികോണത്തിന്റെ അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഉയരാണിത് അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡാണിത് ബി സി. ഓക്കെ ആണല്ലോ. ബി സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ, നിങ്ങൾ പൈതോറസ് തിയറം പഠിച്ചിട്ടുണ്ട്. എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും ബി സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? എ സി സ്ക്വയറിന് ഈക്വൽ ആണ്. അപ്പൊ എ സി സ്ക്വയർ ബൈ എ സി സ്ക്വയർ എന്തായി പോവും? 1. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ഈ പ്രൂഫ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പ്രൂഫ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞ എന്താണ് ഇങ്ങനെ വരുന്നതെന്ന്. പ്രൂഫ് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് മാത്രമാണ് ആവശ്യം? റിസൾട്ട് മാത്രമാണ് ആവശ്യം. 3 റിസൾട്ട് കാര്യമായിട്ട് പഠിക്കാനുണ്ട് സ്ക്വയർ വെച്ചിട്ടുള്ള. അതിൽ ഫസ്റ്റ് വണ്ണും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് എന്ത്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. പ്രൂഫ് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ വന്നത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് കിട്ടിയത് ഫസ്റ്റ് റിസൾട്ട് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. വേറെ 2 റിസൾട്ടും കൂടി ഉണ്ട്. അതിന്റെ പ്രൂഫ് ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കിയാൽ മതി. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു സീക് സ്ക്വയർ തീറ്റ. മൂന്നാമത്തെ 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു കൊസീക് സ്ക്വയർ തീറ്റ. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ 3 റിസൾട്ട് പഠിച്ചു. ഫസ്റ്റ് വണ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. സെക്കൻഡ് വൺ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു സീക് സ്ക്വയർ തീറ്റ. തേർഡ് വണ് 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു കൊസീക് സ്ക്വയർ തീറ്റ. CBSE പഠിച്ച കുട്ടികളൊക്കെ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ? സ്റ്റേറ്റ് സിലബസ് പഠിച്ച കുട്ടികൾ ഇത് പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ്. 3 എണ്ണം.